ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുമായി PSC. ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകും. റിപ്പോർട്ടിങ്ങിന് കാലതാമസം വരുത്തിയ ഉദ്യോഗസ്ഥരുടെ പട്ടിക കൈമാറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിലെ വകുപ്പിനും ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിനും റിപ്പോർട്ട് ചെയ്യാനാണ് സർക്കുലർ. മനീഷ് മഹിപാലുണ്ട് കൂടുതൽ വിവരങ്ങൾ. മനീഷ് മഹിപാൽ, വെരി ഗുഡ് മോർണിംഗ് മനീഷ്. PSC ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പലരും നമ്മളെയൊക്കെ വിളിച്ചിങ്ങനെ തളരുന്നുണ്ട്. നല്ല റാങ്കൊക്കെ കിട്ടിയിട്ട് നിയമനം കാത്ത് ഇങ്ങനെ ഇരിക്കുമ്പം ഗണപതിയുടെ കല്യാണം പോലെ നാളെ എന്ന വട്ടിലാണ് കാര്യങ്ങളുടെ പോക്ക്. അപ്പോൾ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി വരികയാണോ? അരുൺകുമാർ, നേരത്തെയും ഇത്തരത്തിലുള്ള സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. പക്ഷേ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വന്നതായി എവിടെയും കണ്ടിട്ടില്ല. ഇത്തവണ കഴിഞ്ഞ, അതായത് 2025 നവംബർ മാസത്തിൽ തന്നെ 2026 പ്രതീക്ഷിക്കാവുന്ന എല്ലാ PSC ഒഴിവുകളും നികത്തണം എന്നുള്ള നിർദ്ദേശം നേരത്തെ തന്നെ സർക്കുലറായി നൽകിയിരുന്നു. എല്ലാ വകുപ്പുകൾക്കും നൽകിയിരുന്നു. അതായത് PSC മുഖാന്തരം നിയമനം നടത്തുന്ന എല്ലാ വകുപ്പുകളിലും, യൂണിവേഴ്സിറ്റികളിലും, എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളടക്കം എല്ലാ സ്ഥാപനങ്ങളിലുമുള്ള മേധാവിമാർക്കും അഡീഷണൽ സെക്രട്ടറിമാർക്കടക്കം ചീഫ് സെക്രട്ടറിയുടെ സെക്രട്ടറിക്കടക്കം ഇത്തരത്തിലുള്ള കത്ത് കൈമാറിയിരുന്നു. അങ്ങനെ എല്ലാ വകുപ്പുകൾക്കും കത്ത് കൈമാറി മാസങ്ങൾ കഴിഞ്ഞിട്ടും അത് റിപ്പോർട്ട് ചെയ്യാത്ത വകുപ്പ് മേധാവികൾക്കെതിരെ നടപടിയെടുക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റ് അത് സെക്രട്ടേറിയറ്റിലെ വകുപ്പിനും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിലെ വിജിലൻസ് സെൽ, അഡ്മിനിസ്ട്രേറ്റീവ് വിജിലൻസ് സെല്ലിന് ആ ഉദ്യോഗസ്ഥരുടെ പട്ടിക ഉടൻ തന്നെ കൈമാറണമെന്നുള്ള നിർദ്ദേശമാണ് സർക്കുലറായി നൽകിയിട്ടുള്ളത്. ഈ ഉദ്യോഗസ്ഥരുടെ സ്ഥാനക്കയറ്റം, സ്ഥലം മാറ്റമായി ഒക്കെ തന്നെ ബന്ധപ്പെട്ട് പലരും പല വകുപ്പിലും ഇതിനോടകം തന്നെ PSCയുടെ നിയമനം അല്ലെങ്കിൽ ആ ഒഴിവുകൾ പലതും നികത്തിയിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ആ ഉദ്യോഗസ്ഥരുടെ പട്ടിക അവിടേക്ക് ലഭിച്ചാൽ അത് വിജിലൻസ് പരിശോധിച്ച് നടപടിയിലേക്ക് എടുക്കും. ഒപ്പം തന്നെ ഈ വകുപ്പ് തലത്തിലൊക്കെ തന്നെ തസ്തിക മാറ്റവുമായി ബന്ധപ്പെട്ട തസ്തികയിലേക്ക് മാറ്റപ്പെട്ട തസ്തികയിൽ വീണ്ടും ആ ഒഴിവുകൾ നികത്തിയിട്ടില്ലെങ്കിൽ അത്തരം ഒഴിവുകൾ കൂടി റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ PSC റാങ്ക് ലിസ്റ്റ് നിലനിൽക്കെ പലരെയും നിലവിൽ ദിവസവേതനത്തിലും കരാറടിസ്ഥാനത്തിലുമുള്ള ജീവനക്കാരെ പലരെയും ഈ 10 വർഷത്തിനിടയിൽ സ്ഥിരപ്പെടുത്തുന്നു എന്ന വലിയ പരാതിയും ആക്ഷേപവും വന്നിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ സഹകരണ വകുപ്പിലെ പല സ്ഥാപനങ്ങളിലേക്കും നിയമനങ്ങൾ നടത്തും. പക്ഷേ അവിടെ PSC മുഖാന്തരമല്ല, ഒരു പ്രത്യേക ബോർഡ് വഴിയാണ് സഹകരണ ബോർഡിലേക്ക് സഹകരണ വകുപ്പിലെ സ്ഥാപനങ്ങളിലേക്ക് എടുക്കുന്നത്. പക്ഷേ PSC മുഖാന്തരം അത്തരം ആരോപണങ്ങൾ വരുന്ന സ്ഥിതിക്ക് ഇങ്ങനെ പരീക്ഷ എഴുതി പട്ടിക വന്ന് കാത്തു നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾ നിലനിൽക്കെ അതിനെ അട്ടിമറിച്ചുകൊണ്ടുള്ള നീക്കം നടത്താതിരിക്കാനാണ് നിലവിൽ ഉദ്യോഗാർത്ഥി ഭരണപരിഷ്കാര വകുപ്പിന്റെ ഈ ഒരു നീക്കം. എന്താണെങ്കിലും അത് റിപ്പോർട്ട് ചെയ്താൽ വരും ദിവസങ്ങളിൽ അറിയാം എന്തൊക്കെ തരത്തിലുള്ള നടപടികൾ ഈ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാകുമെന്ന്. താങ്ക് യു മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. ഭരണപരിഷ്കാര കമ്മീഷന്റെ സർക്കുലറാണ്. സർക്കുലറുകൾ വരും, സർക്കുലറുകൾ പോകും. നടപടി ഉണ്ടാവും എന്ന് ചോദിച്ചാൽ ഒന്നും ഉണ്ടാവില്ല.